കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ, ഒന്ന് കാണാൻ മാത്രം. അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അയാളുടെ ഒരു ആത്മസുഹൃത്തെന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ അറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് എ മിനിറ്റ്. ശ്യാം, ഇത് ശ്യാം, ഇത് എലീന. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. നടക്കോ? ഫ്ലാറ്റ് നീ എന്താ പറഞ്ഞു പഠിക്കാണോ? ഫ്ലാറ്റ് 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 എന്ന് പറ്റിയല്ലേ പറ. എനിക്ക് വേറെ വഴി നോക്കണമെന്നേ. ചേട്ടാ, ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. ഒരു ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ കിട്ടും. ആരുടെ? നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേല് നോവുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. അത് ശരി. പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. എന്ത് കുന്തം ആയിക്കോട്ടെ, നീ വഴി പറ. പറയടാ. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെശകാന്നാ പറയുന്നത്. കേസ് ഭർത്താവിന് വിളുന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ലാറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാനൊരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോല് വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റോ നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല, ആടി പാഴ്സൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോല് കിട്ടുമ്പോ കൈ വരയ്ക്കരുത്. ഞാൻ പോട്ടാ. ചുമ്മാ പോണം അണ്ണ, ധൈര്യമായിട്ട് പോണം. ശരി. എന്താ തന്റെ പേര്? തങ്കപ്പൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. ഒരു നിമിഷം സാർ, എന്റെ കഥയൊന്ന് കേൾക്കണം. ഓ, അത് ശരി. കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ 2 കൈകളിലാണ് സാർ. രോഗിയായ അച്ഛനമ്മ, വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് സാർ. ഇപ്പോ ഞാൻ എന്തു വേണം? ഒരു ജോലി എന്ന് സഹായിക്കണം സാർ. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം, പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല. അടുത്ത തന്നെ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ. പിന്നെ കുക്കിംഗ് അറിയാമോ? അറിയാം സാർ, പക്ഷെ ശരിയാവില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോകും സാർ. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാവോ? അത് നന്നായിട്ട് അറിയാം സാർ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. എന്നാ ഇവിടെ നിന്നോളൂ. ഇവിടെ പട്ടിയുണ്ടോ സാർ? ഉണ്ട്. എനിക്ക് പട്ടിയെ പേടിയാണ്. ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണമെന്നോ സാർ. സാറിന് മറ്റെവിടെങ്കിലും വീടുണ്ടെങ്കിൽ 7 രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ. എന്നെ സഹായിക്കണം സാർ. എനിക്ക്
ഹിൽ വ്യൂ കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ നാളെ രാവിലെ വന്ന് താക്കോല് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം സാർ. അണ്ണാ അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. മിസ്സിസ് ഡിക്ക്. ഡിക്കമ്മായി എന്ന് എല്ലാരും വിളിക്കും. ഇതാണ് ശ്യാം. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ പിന്നെ കൊള്ളാം. കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം, എന്നെ കൊണ്ട് അരയ്ക്കാനും പിടിക്കാനും വയ്യ. ഗ്രൈൻഡിങ് മെഷീൻ വേണം, എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല. കുക്കിംഗ് റേഞ്ച് വേണം, എന്നെ കൊണ്ട് തീ എത്തിയാനൊന്നും വയ്യ. പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോവും. ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത്. ആ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. അവിടെ ബെഡ്. ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ. അത് ന്യായം. പക്ഷേ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളൊക്കെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. 1-ാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം. എന്നിട്ട് എന്ത് കുരുത്തക്കേട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. വെരി ഗുഡ്. സോ യു ആർ അപ്പോയിന്റഡ്. വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാൻ വന്നത്. എന്റെ പ്രിയ സഖേ, അവിടെ കടന്നു വരാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിയിക്കുവാൻ എന്റെ അമ്മ നിന്നാണ്. എന്താ തിരിച്ചെടുക്കുന്നത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഇതൊരിക്കൽ ഞാൻ അണിയിക്കും നമ്മുടെ വിവാഹ നാളിൽ. കമാ. ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു, അത് നീയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അണിക്കാൻ എന്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. എന്താ ദിശാം? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഞാനിത് അണിക്കും, നീ എന്റെ വധുവാകുന്ന നാളിൽ. പത്മ, ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു എന്റെ 100 കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കാൻ എന്റെ അമ്മ തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ ഞാൻ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. എന്താ ഇത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ ഞാനിത് അണിയിക്കും, നീ എന്റെ വധുവാകുന്ന നാളിൽ. ഇനി ഒരു സ്മോൾ അടിച്ചോളാം.